എല്ലാ കാലത്തും കോൺഗ്രസിൽ വലിയ തിരുത്തൽ ശക്തികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ആ അതികായൻ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം സജീവ രാഷ്ട്രീയ ഇടപെടലുമായി ഗോദയിൽ. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഭരണമുന്നണിക്കുള്ളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ധാർമ്മിക തിരുത്തൽ ശക്തിയായി താൻ നിലകൊള്ളുമെന്ന ശക്തമായ പ്രഖ്യാപനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ രംഗത്ത്. SNDP യോഗം മുൻ കണക്കപ്പിള്ള KK മഹേഷിന്റെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം വീണ്ടും സജീവമായതോടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കടുത്ത പരിഭ്രാന്തിയിലാണെന്ന് സുധീരൻ വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചു. മുഖ്യമന്ത്രി VD സതീശനോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ മൃദു സമീപനം സ്വീകരിച്ചാൽ പോലും ഇനി വെള്ളാപ്പള്ളിയെ നിയമത്തിന്റെ വഴിയിൽ നിന്ന് രക്ഷിക്കാനാകില്ലെന്ന വ്യക്തമായ രാഷ്ട്രീയ സൂചനകളാണ് സുധീരന്റെ വാക്കുകൾ നൽകുന്നത്. ഇതോടെ മഹേഷിന്റെ കേസ് പുതിയ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് UDFന്റെ സുതാര്യതയ്ക്ക് മേലുള്ള പരീക്ഷണമായി മാറും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസ് വകുപ്പ് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. സുധീരൻ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്നത് A ഗ്രൂപ്പിലും I ഗ്രൂപ്പിലും ഒരുപോലെ പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മദ്യനയം, കരിമണൽ ഖനനം, KK മഹേഷിന്റെ മരണം എന്നീ 3 പ്രധാന വിഷയങ്ങൾ ഉയർത്തി സുധീരൻ നടത്തുന്ന ഈ പടയൊരുക്കം പുതിയ UDF സർക്കാരിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സമ്മാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വീകരിക്കുന്ന നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും വഴി തുറക്കുമെന്ന് തീർച്ചയാണ്. വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്തായി നടത്തുന്ന പ്രസ്താവനകൾ ഒരു കവലച്ചട്ടമ്പിയുടേതിന് സമാനമാണെന്ന് സുധീരൻ പരിഹസിച്ചു. മഹത് വ്യക്തിത്വങ്ങൾ അലങ്കരിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന അത്യുന്നത പദവിക്ക് ഒട്ടും യോജിച്ചതല്ല ഈ പ്രയോഗങ്ങൾ. ശ്രീനാരായണ ഗുരുദേവനും മുൻകാല SNDP നേതൃത്വവും ഉയർത്തിപ്പിടിച്ച ഉദാത്തവും മാനവികവുമായ ആശയങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമായാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തന്നെ ആലപ്പുഴയിൽ നിന്ന് കെട്ടുകെട്ടിച്ചതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയോട് വിരോധമെന്ന് പറയുന്നതിൽ യാതൊരു വാസ്തവവുമില്ല. പൊതുപ്രവർത്തനത്തിൽ വ്യക്തിപരമായ വിരോധങ്ങൾക്കല്ല, മറിച്ച് ധാർമ്മികതയ്ക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്നും സുധീരൻ വ്യക്തമാക്കി. KK മഹേഷിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢതകൾ പുറത്തുകൊണ്ടുവരാൻ കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാണ് സുധീരന്റെ പ്രധാന ആവശ്യം. മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് മഹേഷിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് താനും മഹേഷിന്റെ ഭാര്യയും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് കത്ത് നൽകിയിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. വെള്ളാപ്പള്ളിയുമായുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് പിണറായി വിജയന് സംഭവിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേസിൽ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഹേഷിന്റെ ഭാര്യ തയ്യാറാക്കിയ പുതിയ പരാതി ഇന്നലെ താൻ പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളി വിഷയത്തിന് പുറമെ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ മദ്യനയത്തിനെതിരെയും സുധീരൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് പുതിയ ബജറ്റിൽ എങ്ങനെ വന്നുവെന്ന് തനിക്ക് അറിയില്ല. കോൺഗ്രസിന്റെയോ UDFന്റെയോ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അങ്ങനെയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നില്ല. മദ്യലഭ്യത കൂട്ടുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് ജനവികാരം ഉൾക്കൊണ്ട് പിന്മാറാൻ ഭരണകൂടം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ ആലപ്പുഴയിലെയും മറ്റ് തീരദേശങ്ങളിലെയും ജനങ്ങളെ പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ട് മുൻ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന കരിമണൽ ഖനന ഉത്തരവുകൾ UDF സർക്കാർ പൂർണ്ണമായി റദ്ദാക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. തീരദേശ ജനതയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഒരു പദ്ധതിക്കും പുതിയ സർക്കാർ അനുമതി നൽകരുത്. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ എല്ലാ വിഭാഗങ്ങളുമായും UDF നേതൃത്വവും സർക്കാരും അടിയന്തരമായി ചർച്ച നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDF അധികാരത്തിൽ വന്നിട്ടും മദ്യനയത്തിലും ഖനന വിഷയത്തിലും മുൻ സർക്കാരിന്റെ ചില വഴിവിട്ട തീരുമാനങ്ങൾ തുടരുന്നതിലുള്ള അതൃപ്തി സുധീരൻ ഒട്ടും മറച്ചുവെച്ചില്ല. ഭരണത്തിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഇത്തരം ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മൗനം പാലിക്കുകയോ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരുമായി മൃദു സമീപനം സ്വീകരിക്കുകയോ ചെയ്താൽ അതിനെ ശക്തമായി ചെറുക്കുമെന്ന ധ്വനിയാണ് സുധീരൻ നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് UDF സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള തിരുത്തൽ ശക്തിയായി താൻ മുന്നണിക്കുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ തുടക്കകാലത്തെ ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുന്നണിയെ തകർക്കാനല്ല, മറിച്ച്
ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് കടും നിലപാട് VM സുധീരൻ എടുത്തതോടെ എല്ലാം മാറിമറിയുമോ?